പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു. വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. പാപ്പാന് കുത്തേറ്റു, ഗുരുതര പരിക്ക്. പടച്ചോനെ റബ്ബേ എടാ മോനെ എടാ ഗോകുൽ VS വിവരങ്ങൾ നൽകാനായുണ്ട്. ഗോകുൽ, എപ്പോഴാണ് ആന ഇടഞ്ഞത്? ആനയെ തളയ്ക്കാനായിട്ടുണ്ടോ? പാപ്പാന്റെ ആരോഗ്യനില എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂറ്റനാട് നേർച്ചയ്ക്കിടെയാണ് ആന ഇടഞ്ഞത്. വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. 11 മണിയോടുകൂടിയാണ് സംഭവം. ഈ കൂറ്റനാട് വെച്ച് സെൻട്രൽ വെച്ച് നേർച്ചയ്ക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആന ഇടഞ്ഞത്. ആന ഇടഞ്ഞ് പാപ്പാനെ ഗുരുതരമായി കുത്തി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നമുക്കുള്ള ദൃശ്യങ്ങളിൽ തന്നെ ആന പാപ്പാനെ വലിയ രീതിയിൽ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രകടമാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ ആന പാപ്പാനെ ആക്രമിച്ചു. അല്പസമയം മുമ്പാണ് ആനയിൽ നിന്ന് രക്ഷിച്ച് പാപ്പാനെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ എത്തുന്നതേ ഉള്ളൂ. ഏതായാലും ഗുരുതര പരിക്കാണ് ആ പാപ്പാൻ ഏറ്റത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് സംഘവും അതോടൊപ്പം തന്നെ ആനയെ തളയ്ക്കാനുള്ള സ്ക്വാഡും പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ആശുപത്രിയിൽ എത്തിച്ചിട്ടില്ല എന്നാണ് ഗോകുൽ. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? പാപ്പാൻ അദ്ദേഹം ആശുപത്രിയിലാണോ ഇപ്പോൾ ഉള്ളത്? നമ്മളിപ്പോൾ ഈ വാർത്ത പങ്കുവയ്ക്കുമ്പോൾ തന്നെ പാപ്പാനെ അവിടെ നിന്ന് രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അതിനിടയിലാണ് നമ്മൾ ഈ വാർത്ത പങ്കുവയ്ക്കുന്നത്. അതായത് അല്പസമയം മുൻപാണ്, വളരെ മിനിറ്റുകൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. കൂറ്റനാട് നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിക്കാനായി തയ്യാറായി നിന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇടഞ്ഞത്. ഇടഞ്ഞ ഉടനെ തന്നെ ആന പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു. ആ പാപ്പാൻ ആനയുടെ സമീപത്താണ് ഉണ്ടായിരുന്നത്. ആനയെ തളയ്ക്കാൻ പാപ്പാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ പാപ്പാനെ ആദ്യം തന്നെ ആന ആക്രമിച്ചത്. ആ കൂറ്റനാട് സെൻട്രൽ വെച്ച് തന്നെ ആന പാപ്പാൻ. ഞാൻ ഇടപെടുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. എന്തായാലും ഇപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്. പാപ്പാനെ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള വിവരമാണ് ഗോകുൽ നൽകുന്നത്.